ഇന്ന് തേൻ എന്ന വ്യാജേന ശർക്കരപ്പാനിയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട നെല്ലിക്കയുടെ കഥയാണ്. തേൻ നെല്ലിക്ക. നെല്ലിക്ക എടുത്ത് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുത്തു. കമ്മ്യൂണിറ്റി ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ ഓർമ്മയാണ്, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ അയൺ ആൻഡ് ഫോളിക് ആസിഡ് റിസർവിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കൂളിലൊക്കെ പണ്ട് തേൻ നെല്ലിക്ക കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അതടുപ്പത്ത് വെച്ചൊന്ന് പുഴുങ്ങിയെടുത്തു. ഒരുപാട് വെന്ത് പോകരുത്, കുറച്ച്. എന്നിട്ട് ഒരുണ്ട ശർക്കര മൊത്തം ഒന്ന് പൊടിച്ചെടുത്ത് ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് പാനിയാക്കി എടുത്തു. ആ പാനി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പുഴുങ്ങിയെടുത്ത നെല്ലിക്കകൾ ഓരോന്നായി അതിലേക്ക് പിറക്കിയിട്ട് ഒരെണ്ണം പൊട്ടിപ്പോയി. അതാരും കാണാതെ പൊത്തി വെച്ചതാ. പക്ഷേ വേറെ നെല്ലിക്ക വന്നതിനെ തുറന്നു കാണിച്ചു. പിന്നെ ഒരു 2 ഏലക്കയും കൂടി എടുത്ത് പൊടിച്ച് അതിലേക്കിട്ടു. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി. നോട്ട് ദ പോയിൻറ്റ്, ഇളക്കുമ്പോൾ ഉടയരുത്. അയ്യോ, ഈ സ്പൂൺ വെച്ച് പാനിൽ ഇളക്കണ കൊല്ലും. പിന്നെ കുറച്ച് പനങ്കൽക്കണ്ടം കൂടി എടുത്ത് വിതറി. അത് മധുരത്തിന് വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മധുരം കുറഞ്ഞു പോയിട്ട് ഒരുമാതിരി നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ ടേസ്റ്റായിരുന്നു. നെല്ലിക്കയിലും ശർക്കരയിലും ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇതാണ് വാങ്ങിയെടുത്തപ്പോൾ ഉള്ള അവസ്ഥ. വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് 2 സ്പൂൺ തേനും കൂടി ഒഴിക്കാം. ഒരു 2-3 ദിവസം പാനി കിടന്നു കഴിയുമ്പോൾ ഇങ്ങനെയാവും.